വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. വിവാഹമെന്ന് പറയുന്നത് രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും വിവാഹം ദുരന്തത്തിൽ കലാശിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലേറെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. വിവാഹ പിറ്റേന്ന് മുറിയിൽ കയറി വാതിലടച്ച വധുവരന്മാർ പിന്നീട് ആ മുറിയിൽ നിന്നും പുറത്തു വന്നില്ല. തുടർന്ന് ബന്ധുക്കൾ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് രണ്ടുപേരുടെയും മൃതദേഹങ്ങളായിരുന്നു. 22-കാരിയായ ശിവാനിയെയും ഭർത്താവ് 25-കാരനായ പ്രദീപിനെയുമാണ് മണിയറയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ശിവാനി കിടക്കയിൽ മരിച്ചു കിടക്കുന്ന നിലയിലും പ്രദീപ് സീലിംഗ് ഫാനിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലുമായിരുന്നു കണ്ടെത്തിയത്. മാർച്ച് 7-ാം തീയതിയാണ് ഇവരുടെ വിവാഹം നടന്നത്. തുടർന്ന് അവരുടെ ആചാരപ്രകാരം അന്ന് വധുവിന്റെ വീട്ടിൽ രണ്ടുപേരും തങ്ങുകയും പ്രദീപിന്റെ വീട്ടിൽ പോകാനുമായിരുന്നു തീരുമാനം. ഇരു വീടുകളും തമ്മിൽ വളരെ ദൂരെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് പ്രദീപിന്റെ വീട്ടിൽ റിസപ്ഷൻ നിശ്ചയിച്ചിരുന്നത്. തുടർന്ന് റിസപ്ഷനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ ഞായറാഴ്ച രാവിലെ വധുവും വരനും മണിയറയിൽ നിന്നും പുറത്തേക്ക് വരാതെ വന്നതോടെ ബന്ധുക്കൾ വാതിൽ തട്ടി വിളിക്കുകയായിരുന്നു. എന്നാൽ ഏറെ നേരം തട്ടി വിളിച്ചിട്ടും തുറക്കാതെ വന്നതോടെയാണ് വാതിൽ തകർത്ത് ബന്ധുക്കൾ അകത്തു കടക്കുന്നത്. അപ്പോഴാണ് ഇരുവരെയും മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 1 വർഷം മുൻപാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നിരുന്നത്. വിവാഹ നിശ്ചയ ശേഷം വിവാഹം വരെയും രണ്ടുപേരും അതീവ സന്തുഷ്ടരായിരുന്നുവെന്നാണ് ഇരു കൂട്ടരുടെയും ബന്ധുക്കൾ പറയുന്നത്. ഇതുകൂടാതെ ശനിയാഴ്ച രാത്രി ഭക്ഷണം കഴിച്ചു കിടക്കുന്നതുവരെയും യാതൊരുവിധ അസ്വാഭാവികതയും തോന്നിയിരുന്നില്ല എന്ന് ബന്ധുക്കൾ പറയുന്നു. 22-കാരിയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ ശേഷം യുവാവ് തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. 1 വർഷത്തോളം കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയ ഇവരുടെ ബന്ധത്തിന് വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാത്ത നിലയിലാണ് ബന്ധുക്കളും എല്ലാവരും ഇപ്പോൾ. 3 സഹോദരങ്ങളാണ് ശിവാനിക്കുള്ളത്. ടൈൽസ് ഷോറൂം ജീവനക്കാരനായ പ്രദീപിന് ഒരു സഹോദരനും 3 സഹോദരിമാരുമുണ്ട്. സംഭവത്തിൽ ഫോറൻസിക് സംഘം മണിയറ അടക്കമുള്ളവ പരിശോധിച്ചിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അകത്തുനിന്നും കുറ്റിയിട്ട നിലയിലായിരുന്നു മുറിയുടെ വാതിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മരണത്തിൽ പുറത്തുനിന്നുമുള്ള ഇടപെടലുകൾ ഉള്ളതായി സംശയിക്കുന്നില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ അയോധ്യയിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.